ഈ പ്രധാനമന്ത്രിക്ക് ഈ ജന്തർ മന്ദറിൽ പാർലമെന്റിന്റെ മൂക്കിന്റെ കീഴിൽ പ്രധാനമന്ത്രി മോദിജിയുടെ മൂക്കിന് കീഴിൽ ഓൾ ഇന്ത്യൻ ജേതാക്കളായ വനിതകൾ അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി മാസങ്ങളോളം സമരം ചെയ്തപ്പോൾ എവിടെയായിരുന്നു ഈ പ്രധാനമന്ത്രി? ബ്രിജ്ഭൂഷണെ സംരക്ഷിക്കുന്ന നടപടികളല്ലേ BJPയും പ്രധാനമന്ത്രിയും സ്വീകരിച്ചത്? അപ്പോൾ രാജ്യം ഒരിക്കലും മറക്കില്ല, പൊറുക്കില്ല. ഈ രാജ്യത്തെ വനിതകളെ അപമാനിച്ചത് പൊറുക്കില്ല, സ്ത്രീകളും പൊറുക്കില്ല, ജനങ്ങളും പൊറുക്കില്ല. പിന്നെ എന്തിൻ്റെ അവകാശത്തിലാണ് ഇവരൊക്കെ ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്നത്? ഈ ഇത്രയും വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു പേരിന് വേണ്ടിയെങ്കിലും BJPയുടെ ഒരു പ്രസിഡന്റായി ഒരു വനിതയെ കൊണ്ടുവരാൻ ഇവർ തയ്യാറായിട്ടുണ്ടോ? ഇവരൊരിക്കലും തയ്യാറായിട്ടില്ല. പക്ഷേ കോൺഗ്രസ് രാജ്യത്തിൻ്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി, ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, ആദ്യത്തെ വനിതാ സ്പീക്കർ, ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി, ഇതെല്ലാം കോൺഗ്രസിന് അവകാശപ്പെടുന്നതാണ്. എത്ര പ്രാവശ്യം, എത്ര ഗാലക്സി ഓഫ് വനിതാ ലീഡേഴ്സിനെയാണ് കോൺഗ്രസ് പ്രസിഡന്റ്, കോൺഗ്രസ് അധ്യക്ഷമാരായി ആ ഒരു അവസരം നൽകിയിട്ടുള്ളത്? അപ്പോൾ കോൺഗ്രസിനെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ഇനി അടുത്ത നാടകവുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അതേപോലെ BJPയും ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതൊന്നും നടക്കാൻ പോകുന്നില്ല. അധപതനത്തിൻ്റെ ഒരു തുടക്കമാണ് ആ ബില്ല് പരാജയപ്പെട്ടത്. പ്രതിപക്ഷ ഐക്യത്തിൻ്റെ, രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിൻ്റെ പോരാളികളാകുന്ന ഒരു കാഴ്ചയാണ് രാജ്യം കണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് പോലും വകവയ്ക്കാതെയാണ് ഇന്നലെ അത്രയും നേരം ഔദ്യോഗികമായ ആ പൊസിഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചത്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എല്ലാ കാര്യത്തിലും നോക്കുകുത്തിയായി നിൽക്കുന്നത് പോലെ ഈ കാര്യത്തിലും അങ്ങനെ തന്നെ നിൽക്കും. ജ്ഞാനേഷ് കുമാർ ഒന്നും അതിനൊരു നടപടിയും സ്വീകരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഏതായാലും ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവരുടെ അധപതനമാണ്. ഈ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇവരുടെ ഈ പൊള്ളത്തരം അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇവരുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ജനങ്ങളിലേക്ക് ഇതെത്തിക്കുന്നതോടൊപ്പം മഹിളാ കോൺഗ്രസ് സമര പരമ്പരകളിലേക്കും ഇത് നടപ്പാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നതിനും, ഇവർക്ക് ഇത്രയും കാലമായിട്ടും ഇതൊന്നും നടപ്പിലാക്കാൻ ഇവർ സജ്ജമല്ല, സന്നദ്ധമല്ല. മഹിളാ കോൺഗ്രസ് അത് സമര രീതിയിലൂടെയാണെങ്കിലും, കത്തയക്കുന്ന രീതിയിലൂടെയാണെങ്കിലും, പത്രസമ്മേളനങ്ങൾ നടത്തുന്ന രീതിയിലൂടെയാണെങ്കിലും, ജനങ്ങളുടെ അടുത്തേക്ക് ചെന്ന് പറയുന്ന കാര്യത്തിലാണെങ്കിലും മഹിളാ കോൺഗ്രസ് എല്ലാ തലങ്ങളിലും അതിന് ഉള്ള പ്രവർത്തനങ്ങളുമായി നാളെ മുതൽ ആരംഭിക്കുകയാണ്. നാളെ ഇവിടെ ദേശീയ അധ്യക്ഷ തന്നെ അതിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണ്. അതിനുശേഷം ഞങ്ങളത് സംസ്ഥാനങ്ങളിലേക്കും ജില്ലകളിലേക്കും ബ്ലോക്കുകളിലേക്കും മണ്ഡലങ്ങളിലേക്കും അത് കൊണ്ടുപോകും. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്കിടയിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം അവരുടെ ഒരു അവകാശത്തെ ഇല്ലാതാക്കിയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്, അത് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോ? കൺവിൻസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ യാഥാർത്ഥ്യം കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നിന്നുകൊണ്ട് ഒരു നരേറ്റീവ് അങ്ങോട്ട് ബിൽഡ് ചെയ്യാണ്. അതായത് രാജ്യം ഭരിക്കുന്നത് ആരാ? BJP ആണ്. അതിപ്പോൾ ഇന്നോ ഇന്നലെയോ അല്ല. 2014 മുതൽ 2026 വരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഭരിക്കുന്നവർക്കല്ലേ ഇത് കൊണ്ടുവരാൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് കൊണ്ടുവരുമ്പോൾ 850 ആക്കിയാലേ വനിതകൾക്ക് റിസർവേഷൻ കൊടുക്കാൻ പാടുള്ളൂ എന്നെങ്കിലും ഉണ്ടോ? അങ്ങനെയല്ലല്ലോ പഞ്ചായത്തിൽ കൊണ്ടുവന്നത്. നമ്മൾ സ്ത്രീകളോട് പറയുന്നത് അത് തന്നെയാണ്. കോൺഗ്രസ് നടപ്പിലാക്കിയതുപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പോഴുള്ള ലോക്സഭയിലും നിയമസഭയിലുമുള്ള നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ 1/3 നൽകാൻ എന്തിനാണ് ഇവർ മടിക്കുന്നത്? ഇവർക്ക് ഒരു ദിവസം ഇവർ പാർലമെന്റ് വിളിച്ചാൽ ഇവർക്ക് നടത്താൻ പറ്റുന്ന കാര്യമല്ലേ?
കൺസെൻസസ് ഉണ്ടാകില്ലേ, സപ്പോർട്ട് ഉണ്ടാകില്ലേ, എല്ലാ പാർട്ടികളും അതോട് യോജിക്കില്ലേ? ഇത് ഇവര് കൺസെൻസസ് ഇല്ല, ഓൾ പാർട്ടി മീറ്റിംഗ് ഇല്ല, ആരുമായിട്ട് ചർച്ചയില്ല. ഇവരുടെ ഗൂഢലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി ഇവരൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഭാവിയിൽ ഈ ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ അവർ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മെജോറിറ്റിയിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു സ്ട്രാറ്റജി, ഒരു കോൺസ്പിറസിയാണ് ഇത് എന്ന് രാജ്യത്തെ സ്ത്രീകൾ തീർച്ചയായും മനസ്സിലാക്കും. കേരളത്തിലെ വിഷയങ്ങളിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി ചർച്ചയുടെ സജീവമായിട്ട് നടക്കുകയാണ്. എന്താണ് അതിലെ അഭിപ്രായം? ഈ സമയത്ത് അങ്ങനത്തെ ചർച്ചകളൊക്കെ അധികം മഹിളാ കോൺഗ്രസിന് ഇടപെടുന്നത്? അല്ല, മഹിളാ കോൺഗ്രസിന് കൃത്യമായി ഏത് കാര്യത്തിൽ അഭിപ്രായം പറയണം, ഏത് കാര്യത്തിൽ അഭിപ്രായം പറയണ്ട എന്നൊക്കെ അറിയാവുന്ന സംഘടനയാണ് മഹിളാ കോൺഗ്രസ് എന്നല്ല. ഇത് ഇപ്പം നമ്മളെല്ലാവരും ഐക്യത്തോടെ പ്രവർത്തിച്ച് ജനം ഒരു സമ്മാനമായി UDFനെ വിജയിപ്പിക്കും എന്നുള്ളതിൻ്റെ അർത്ഥമാണല്ലോ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത് തന്നെ. CPMൽ അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും നടക്കുന്നില്ല, ആരാകും മുഖ്യമന്ത്രി എന്ന് വെച്ചാൽ അവരാകാൻ പോകുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം തീരുമാനിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ്സിന് കൃത്യമായ ഒരു സിസ്റ്റം ഉണ്ട്. അത് നേതാക്കളുടെ ആലോചനയാണ്, ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. അപ്പം അത് അതിൻ്റേതായ കൃത്യമായ സമയത്ത് അതിന് കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകും. ജനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ജനം സമ്മാനിച്ച ആ ഒരു വിജയത്തിന് ഉചിതമായ ഒരു തീരുമാനം ഉണ്ടാകും.